നമസ്കാരം. നമസ്കാരം. വർഷങ്ങൾക്ക് ശേഷം BJP അവരുടെ സാന്നിധ്യം കേരള നിയമസഭയിൽ അറിയിച്ചു എന്ന് മാത്രമല്ല, അതിപ്പോൾ വലിയ തരത്തിലോട്ട് അവർക്ക് നിയമസഭയിൽ പ്രത്യേക റൂം വരെ അനുവദിച്ചു കൊടുത്തു എന്നുള്ള വാർത്തകൾ, ഓഫീസ് വരെ അനുവദിച്ചു കൊടുത്തു. അപ്പം ഇത്തരത്തിൽ നമ്മൾ നോക്കുകയാണെങ്കിൽ 2016 നേമത്ത് രാജഗോപാലൻ ഒരു അക്കൗണ്ട് തുറക്കുന്നു. പിന്നീട് 2021 ശിവൻകുട്ടി അത് പൂട്ടിക്കുന്നു. വീണ്ടും 2026 എത്തുമ്പോൾ ആ പഴയ നിയമം അടക്കം എക്സ്ട്രാ 2 അക്കൗണ്ടും കൂടെ തുറന്ന് മൊത്തം 3 അക്കൗണ്ട് BJP പിന്നെ തെക്കൻ ഇന്ത്യയിൽ, നമുക്ക് അങ്ങനെ പറയാൻ പറ്റും, തെക്കൻ കേരളത്തിൽ. കാരണം തിരുവനന്തപുരം, കൊല്ലത്ത് ഒരു സീറ്റ് വന്നു, ചാത്തന്നൂർ, പിന്നെ മൊത്തം അതുകൂടാതെ 2 സീറ്റ്, നിയമടക്കം വേറൊരു സീറ്റ് കൂടി. അപ്പം അങ്ങനെ BJP ഒരു 3 അക്കൗണ്ട് ഉണ്ടാക്കി. അതിലിപ്പോൾ BJP സംസ്ഥാന പ്രസിഡന്റ് രാജീവ് ചന്ദ്രശേഖരനെ ഒഴികെ ബാക്കി 2 പേരും അത്യാവശ്യം നന്നായിട്ട് സംസാരിക്കാൻ. രാജീവ് ചന്ദ്രശേഖരൻ സംസാരിക്കില്ല എന്നല്ല, അദ്ദേഹത്തിന് മലയാളത്തിലുള്ള പ്രാതിനിധ്യത്തിന്റെ ആ ഒരു പ്രശ്നം നമ്മളെല്ലാവരും, സ്വാധീനം കുറവാണ് മലയാളം. അതെ, ആ മലയാളത്തിൽ നമ്മൾ എഴുതി കൊടുത്ത അദ്ദേഹം മുണ്ട് മടക്കി കുത്താനും അറിയാം, ഇറക്കി ഇടാനും അറിയാം. ഇങ്ങനെയൊക്കെയാണ് അദ്ദേഹം അത് എഴുതി കൊടുത്ത സാധനം വരെ തെറ്റിച്ച് പറഞ്ഞ ഒരാളാണ്. അപ്പം അദ്ദേഹത്തിന്റെ മേ ബി അദ്ദേഹം ബാംഗ്ലൂരിലൊക്കെ വളർന്നുകൊണ്ടായിരിക്കാം അത്തരത്തിലുള്ള ചെറിയ പ്രശ്നങ്ങൾ. പക്ഷെ ബാക്കി 2 പേരും മലയാളത്തിൽ കത്തിക്കയറാൻ കഴിവുള്ളവരാണ്. പുതുതായി വന്ന കൊല്ലത്തെ ചാത്തന്നൂരിൽ ജയിച്ചു വന്ന ആളായ പോലെ ഗോപകുമാറും. അപ്പം അത്തരത്തിൽ നല്ല കഴിവുള്ളവർ തന്നെയാണ്. അപ്പം ഇപ്പം ഏറ്റവും കൂടുതലായിട്ട് ഇപ്പം കോൺഗ്രസ് നേരിടുന്ന ഏറ്റവും വലിയ പ്രശ്നം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പോറ്റിയെ കയറ്റിയെ എന്നുള്ള വിവാദം. അദ്ദേഹം പറഞ്ഞത് ഈ ഒരു പാട്ടാണ് കോൺഗ്രസിനെ വിജയിപ്പിച്ചത് എന്നുള്ളതും, ശബരിമല മുമ്പോട്ട് വെച്ചിട്ടാണ് കോൺഗ്രസ് വിജയിച്ച് കയറിയത് എന്നുള്ളതും, അതിനുശേഷം മുമ്പ് VD സതീശൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഒരു ഉയർന്ന ആളാണ്, ഒരു വിശ്വാസിയാണ് ഈ സാധനം കട്ടത് എന്നുള്ളതും, അത് തനിക്കറിയാം എന്നുള്ളതും. അപ്പം അങ്ങനെ അറിയുന്ന ഒരാളാണെങ്കിൽ എന്തുകൊണ്ട് ഇപ്പം ഭരണത്തിലേറി ഇത്ര ദിവസമായിട്ട് എന്തുകൊണ്ട് സതീശൻ അയാളെ അറസ്റ്റ് ചെയ്യുന്നില്ല എന്നുള്ള വലിയൊരു ചോദ്യമാണ് ഇപ്പോൾ അദ്ദേഹം ഉയർത്തുന്നത്. അതുമാത്രമല്ല, കരിമണൽ ഖനനവുമായി ബന്ധപ്പെട്ട് കോൺഗ്രസിനെതിരെ ആരോപണം വരുന്നുണ്ട്. അപ്പോൾ ഇതെല്ലാം പാടെ കൂട്ടി പിന്നെ നോക്കുമ്പോൾ ഒരു പക്ഷത്ത് CPM ഉണ്ട്, തകർന്ന് തരിപ്പണമായിരിക്കും, മറുവശത്ത് 3 അക്കൗണ്ട് ഉള്ളതെന്നുണ്ടെങ്കിലും ഉള്ളത് നല്ല ശബ്ദത്തിൽ കോൺഗ്രസിനെതിരെ ആഞ്ഞടിക്കാൻ കഴിവുള്ള ആൾക്കാർ ഒരു വശത്തുണ്ട്. അപ്പോൾ കോൺഗ്രസ് ശരിക്കും ഇതൊരു പ്രതികൂല അവസ്ഥയിലല്ലേ ഇരിക്കുന്നത്? തീർച്ചയായിട്ടും ഫവാസ്, ഇവിടെ എടുത്തു പറയേണ്ട ഒരു കാര്യം എന്ന് പറഞ്ഞാൽ, ഇപ്പോൾ നേരത്തെ പറഞ്ഞതുപോലെ ഈ പോറ്റിയെ കയറ്റിയെ സ്വർണം ചെമ്പായി മാറ്റിയെ സ്വർണം കെട്ടവൻ ആരപ്പ സഖാക്കളാണ് അയ്യപ്പ, ഈ പാട്ട് എനിക്ക് തോന്നുന്നു കേരളത്തിൽ അടുത്ത കാലത്ത് ഇത്രയധികം പ്രചാരം കിട്ടിയ ട്രെൻഡായ ഒരു പാരഡി ഇല്ല എന്ന് വേണം പറയാൻ. അപ്പോൾ അത്രത്തോളം ആ ഒരു ക്രിയേഷനെ നമ്മൾ ആ തരത്തിൽ കണ്ടേ ആക്ഷേപഹാസ്യ ഗാനം. തീർച്ചയായും അത് ഉണ്ടാക്കിയൊരു ഇമ്പാക്റ്റ് എന്ന് പറയുന്നത് VD സതീശനെ ഭരണത്തിലെത്തിച്ചു എന്ന് വേണമെങ്കിൽ പറയാൻ കഴിയും. കാരണം ഈ ശബരിമല വിഷയം വിശ്വാസികളുടെ ഇടയിലേക്ക് ഇത്ര കണ്ട് ആഴത്തിൽ എത്തിക്കാൻ വേണ്ടി അത് സാധിച്ചു എന്നുള്ളത് വലിയ കാര്യം തന്നെയാണ്. ഇതിൻ്റെ എടുത്തു പറയേണ്ട ഒരു കാര്യം, ഈ പാട്ട് എഴുതിയത് ഒരു മുസൽമാനാണ് എന്നുള്ളതാണ് അതിൽ ഏറ്റവും വലിയ കാര്യം. അദ്ദേഹം പാരഡികൾ എഴുതുന്ന ആൾ തന്നെയാണ്. ഈ ഒരു വിഷയം കേട്ട് കഴിഞ്ഞപ്പോൾ രാഷ്ട്രീയപരമായി ഉപയോഗിക്കാൻ വേണ്ടിയല്ല അദ്ദേഹം എഴുതിയത് എന്നുള്ളത് വളരെ വ്യക്തമാണ്. കാരണം അദ്ദേഹത്തിൻ്റെ രാഷ്ട്രീയമൊന്നും അല്ല അദ്ദേഹം പറയുന്നത്. പക്ഷേ ഈ ഒരു ഏത് മതത്തിൻ്റേതാവട്ടെ ഒരു വിശ്വാസം അവിടെ ചോദ്യം ചെയ്യപ്പെടുമ്പോൾ, അല്ലെങ്കിൽ ഒരു ഈശ്വരൻ്റെ കാണിക്ക പോലും അല്ലെങ്കിൽ തിരുവാഭരണങ്ങൾ കവർന്നെടുത്ത് കൊണ്ടുപോകുമ്പോൾ അതിൽ ഉള്ള ഒരു മാന്യത ഇല്ലായ്മ അല്ലെങ്കിൽ ഒരു കരിങ്കൊള്ള ചൂണ്ടിക്കാണിക്കാൻ വേണ്ടി അദ്ദേഹം എഴുതിയൊരു പാട്ടാണ്. എന്തായാലും അത് അദ്ദേഹത്തിൻ്റെ ആ ഉദ്ദേശം സാർത്ഥകമായി എന്ന് വേണം വിശ്വസിക്കാൻ. കാരണം ഇനി അത് കേരളത്തിൽ കേൾക്കാത്ത ആരും ഇല്ല എന്നാണ് എനിക്ക് തോന്നുന്നത്. മാത്രമല്ല, ഒരിക്കൽ ഷാർജയിൽ നിന്നാണ് എന്ന് എനിക്ക് തോന്നുന്നുണ്ട് ഒരു വിദേശ പ്രതിനിധി എത്തിക്കഴിഞ്ഞപ്പോൾ അദ്ദേഹത്തോട് ഏതോ ഒരു മാധ്യമം ഒരു പാട്ടിൻ്റെ കാര്യം പറഞ്ഞു കഴിഞ്ഞപ്പോൾ, കേരളത്തിലെ പാട്ടൊക്കെ ഇഷ്ടമാണോ എന്നൊക്കെ ചോദിച്ചു കഴിഞ്ഞപ്പോൾ അദ്ദേഹം പാടുന്ന പാട്ട് പോറ്റിയെ കയറ്റി എന്നുള്ളതാണ്. അദ്ദേഹം ഒരുപക്ഷെ ധരിച്ചു വെച്ചെങ്കിൽ ഇവിടെ എത്രത്തോളം കോൺട്രിബ്യൂഷൻ ഉണ്ടായ ഒരു വിഷയമാണെന്ന് അദ്ദേഹത്തിന് അറിയില്ലല്ലോ. അപ്പോൾ ഈ അടുത്ത കാലത്ത് പ്രചാരം നേടിയ ഒരു പാട്ട്, ട്രെൻഡായ ഒരു പാട്ട് അദ്ദേഹം പാടിയെന്നുള്ളൂ. പറഞ്ഞു വന്നത് അത്രത്തോളം സ്വാധീനം ചെലുത്തിയ ഒരു പാട്ടാണത്. ഈ പാട്ടിൽ പരാമർശിച്ചിരുന്നതാവട്ടെ പോറ്റിയെ കയറ്റിയെ സ്വർണം ചെമ്പായി മാറ്റിയെ സ്വർണം കട്ടവനാരപ്പ സഖാക്കളാണ് അയ്യപ്പ. അപ്പോൾ സഖാക്കൾ എന്ന് പറഞ്ഞാൽ കമ്മ്യൂണിസ്റ്റ് പ്രസ്ഥാനത്തിൻ്റെ പ്രവർത്തകർ, അവരാണ് ഈ സ്വർണം കക്കാൻ വേണ്ടി കൂട്ടുനിന്നതും കട്ട് അടിച്ചു മാറ്റിയതും അവരാണ്. അത് യാതൊരു തർക്കമില്ല. കാരണം CPMൻ്റെ മുൻ MLA കോന്നി MLA പത്മകുമാർ, അതുപോലെ CPMൻ്റെ ശബരിമലയിലെ കമ്മീഷണർ നോമിനി അല്ലെങ്കിൽ തിരുവിതാംകൂർ പ്രസിഡന്റ് നോമിനി ആയിരുന്ന N വാസു എന്നിങ്ങനെ CPMൻ്റെ സംഘടനയുമായി ബന്ധപ്പെട്ട ആളുകൾ തന്നെയാണ് SIT അറസ്റ്റ് ചെയ്ത് അകത്താക്കിയ ആളുകൾ 99.9% ആളുകൾ. അപ്പോൾ
സഖാക്കളാണ് അയ്യപ്പ, സ്വർണം കെട്ടവരാരപ്പ, സഖാക്കളാണ് അയ്യപ്പ എന്നുള്ളത് ആ കൽപ്പന വളരെ ശരി തന്നെയാണ്. അവിടെ മറ്റൊരു കാര്യം നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യം, ഇന്നത്തെ ബഹുമാന്യായ മുഖ്യമന്ത്രി വി ഡി സതീശൻ അന്ന് പ്രതിപക്ഷത്തിരിക്കുമ്പോൾ, പിണറായി വിജയൻ മുഖ്യമന്ത്രി ആയിരിക്കുന്ന കാലത്താണ്, 2018-19 കാലഘട്ടത്തിലാണ് ശബരിമലയിലെ സ്വർണ്ണക്കൊള്ള ഏറ്റവും കൂടുതൽ നടക്കുന്നത് എന്നുള്ളതാണ് പുറത്തു വന്നിരിക്കുന്നത്. അന്ന് കടകംപള്ളി സുരേന്ദ്രനായിരുന്നു ദേവസ്വം വകുപ്പ് മന്ത്രി. അപ്പോൾ ഈ സ്വർണ്ണക്കൊള്ളയെക്കുറിച്ചുള്ള വിവരങ്ങൾ പുറത്തു വന്നു കഴിഞ്ഞപ്പോൾ അന്ന് പ്രതിപക്ഷ നേതാവായ വി ഡി സതീശൻ ഒരു കാര്യം പറഞ്ഞിട്ടുണ്ടായിരുന്നു മാധ്യമങ്ങളുടെ മുന്നിൽ. ശബരിമലയിലെ ദ്വാരപാലക ശില്പങ്ങൾ, അതായത് ശബരിമല ശ്രീകോവിലിൻ്റെ ഇരുവശത്തും സ്ഥിതി ചെയ്യുന്ന ദ്വാരപാലക ശില്പങ്ങൾ, ഈ ശില്പങ്ങളിലെ സ്വർണ്ണപ്പാളി ക്ലാഡഡ് ആണ്, അവിടെ ഈ സ്വർണ്ണം പൊതിഞ്ഞതായിരുന്നു. ഈ സ്വർണ്ണപ്പാളികൾ അടിച്ചു മാറ്റി അത് എവിടെയാണ് വിറ്റിരിക്കുന്നത് എന്നുള്ളത് അറിയാം. അതായത് അന്യ സംസ്ഥാനത്ത് കോടീശ്വരനായ ഒരു വ്യവസായിക്കാണ് ഈ സ്വർണ്ണപ്പാളികൾ വിറ്റിരിക്കുന്നത് എന്നുള്ള വിവരം അറിയാം എന്നാണ് അന്നത്തെ പ്രതിപക്ഷ നേതാവായ വി ഡി സതീശൻ പറഞ്ഞത്. ഇതാണ് ഇന്നിപ്പോൾ കഴിഞ്ഞ ദിവസം നിയമസഭയിൽ പി വി ഗോപകുമാർ എന്ന BJP-യുടെ MLA പറഞ്ഞത്. കാരണം നിലപാടുകളുടെ രാജകുമാരൻ എന്ന് വാഴ്ത്തി പാടുന്ന ഒരു വാഴ്ത്തുപാട്ട് കേട്ട്, അല്ലെങ്കിൽ അങ്ങനെ വാഴ്ത്തുന്ന ഒരാളാണ് വി ഡി സതീശൻ. നിലപാടുകളുടെ രാജകുമാരനാണ് വി ഡി സതീശൻ എങ്കിൽ എന്തുകൊണ്ടാണ് തെരഞ്ഞെടുപ്പിന് മുമ്പ് പോറ്റിയെ കയറ്റി എന്നുള്ള പാട്ട് ഉപയോഗിച്ചുകൊണ്ട് ഭരണത്തിൽ വരാൻ വേണ്ടി ഈ പാട്ട് ഉപയോഗിച്ചു? അത് സത്യം തന്നെയാണ്. UDF-നുണ്ടായ നേട്ടങ്ങളിൽ വോട്ട് കൂടുതൽ കിട്ടിയതിൽ ഈ പാട്ടൊരു ഘടകമായിട്ടുണ്ടെന്നുള്ള യാതൊരു തർക്കവുമില്ല. അപ്പോൾ അത് BJP-യുടെ ബഹുമാന്യനായ MLA പി വി ഗോപകുമാർ അത് ഉന്നയിക്കുമ്പോൾ അന്ന് ഈ പാട്ടിനെ കുറിച്ച് പറഞ്ഞ ആളുകളും പാട്ട് പാടി PC വിഷ്ണുനാഥ് ഉൾപ്പെടെയുള്ള ആളുകൾ ഈ പാട്ട് നമ്മുടെ രാജ്യസഭയുടെ മുമ്പിൽ പാടുകയൊക്കെ ഉണ്ടായി. അത് എടുത്ത് പാർലമെൻറ്റ് മുമ്പിൽ പാടുന്ന ദൃശ്യങ്ങളൊക്കെ നമ്മൾ കണ്ടതാണ്. അന്ന് ഈ പാട്ട് പാടി വോട്ട് നേടിയ ആളുകൾ കൃത്യമായ ശബരിമല സ്വർണ്ണക്കൊള്ളയ്ക്കെതിരെ നിലപാടെടുക്കും. നമ്മുടെ ബഹുമാന്യായ മുഖ്യമന്ത്രി ശബരിമലയുടെ അയ്യപ്പൻ്റെ വലിയ ഭക്തനും കൂടിയാണ്. അങ്ങനെയെങ്കിൽ അന്ന് സ്വർണം എവിടെ വിറ്റിരിക്കുന്നു, സ്വർണ്ണപ്പാളികൾ എവിടെ വിറ്റിരിക്കുന്നു എന്ന് എനിക്കറിയാമെന്ന് പറഞ്ഞ വി ഡി സതീശൻ, നിലപാടുകളുടെ രാജകുമാരനായ വി ഡി സതീശൻ മുഖ്യമന്ത്രി ആയി കഴിഞ്ഞപ്പോൾ ആ നിലപാട് എന്തുകൊണ്ട് പാലിക്കുന്നില്ല എന്നാണ് ഗോപകുമാർ ചോദിച്ചത്. മറ്റൊരു കാര്യം കൂടി അദ്ദേഹം ഫവാസ് സൂചിപ്പിച്ചതുപോലെ പറഞ്ഞു. ഈ CMR-ലുമായി ബന്ധപ്പെട്ട് സ്വർണ്ണക്കള്ളക്കടത്തുമായി CMR-ലെ കരിമണൽ ഖനനവുമായി ബന്ധപ്പെട്ട് ഏറ്റവും കൂടുതൽ പരാമർശങ്ങൾ പിണറായി വിജയനെതിരെ നിയമസഭയിൽ ഉയർത്തിയത് മാത്യു കുഴൽനാടൻ എന്ന UDF-ന്റെ മൂവാറ്റുപുഴ MLA ആണ്, കോൺഗ്രസിൻ്റെ MLA ആണ്. അപ്പോൾ അന്ന് വി ഡി സതീശൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു, മാത്യു കുഴൽനാടൻ ഈ കരിമണൽ ഖനനവുമായി ബന്ധപ്പെട്ട് ഉയർത്തുന്ന എല്ലാ പരാമർശങ്ങൾക്കും UDF-ന്റെ ശക്തമായ പിന്തുണയുണ്ട്, കോൺഗ്രസിൻ്റെ പിന്തുണയുണ്ട് എന്നാണ് പറഞ്ഞത്. അങ്ങനെയെങ്കിൽ ഈ നമ്മുടെ കരിമണൽ ഖനന കൊള്ളയുമായി ബന്ധപ്പെട്ട് ഇപ്പോൾ മുൻ മുഖ്യമന്ത്രിയായ വി ഡി പിണറായി വിജയൻ്റെ വീട്ടിൽ പിണറായി വിജയൻ്റെ മകളായ വീണ വിജയനെ ED 8.5 മണിക്കൂർ നേരം ചോദ്യം ചെയ്യുകയുണ്ടായി. പിണറായി വിജയൻ്റെ വീട് ED റെയ്ഡ് ചെയ്യുകയുണ്ടായി. അവിടെ നിന്ന് വിലപ്പെട്ട രേഖകളൊക്കെ കടത്തിക്കൊണ്ടുപോവുകയായി. അപ്പോൾ ഈ നിലപാടുകളുടെ രാജകുമാരൻ എന്ന് വിശേഷിപ്പിക്കപ്പെടുന്ന ഇന്നത്തെ മുഖ്യമന്ത്രി എന്തുകൊണ്ടാണ് ഈ ശബരിമല സ്വർണ്ണക്കൊള്ളയും അതുപോലെ കരിമണൽ കൊള്ളയുമായി ബന്ധപ്പെട്ട മാസപ്പടി വിവാദത്തിലെല്ലാം പഴയ നിലപാട് ഇപ്പോൾ വീണ്ടും അതിശക്തമായി അദ്ദേഹം ഉന്നയിക്കാത്തത് എന്താണ് ശബരിമലയിലെ സ്വർണം, കളവ് പോയ സ്വർണം കണ്ടെത്താത്തത്? ഈ മാസപ്പടി വിവാദവുമായി ബന്ധപ്പെട്ട് നിയമസഭയിലും നിയമസഭയ്ക്ക് പുറത്തും പിണറായി വിജയൻ്റെ മകൾക്കെതിരെയൊക്കെ ഘോരം പ്രസംഗിച്ച ശക്തയുക്തമായ നിലപാടുകൾ കൈക്കൊണ്ട ഇന്നത്തെ മുഖ്യമന്ത്രി എന്തുകൊണ്ടാണ് അതിൽ കൃത്യമായൊരു നിലപാടുകൾ എടുക്കാത്തത്? അധികാരത്തിൽ വന്നിട്ട് ഈ അധികാരം ഉപയോഗിച്ചുകൊണ്ട് നിയമപരമായി എന്തുകൊണ്ടാണ് അതിനൊരു തീരുമാനം ഉണ്ടാക്കാത്തത് എന്ന് തന്നെയാണ് അദ്ദേഹം ചോദിച്ചത്. അതായത് മുഖ്യമന്ത്രി എന്ന രീതിയിൽ ഭരണപരമായ ഉത്തരവാദിത്തം നിർവഹിക്കാത്തത് എന്താണ്, നിയമപരമായി അതിലൊരു തീരുമാനം കൈക്കൊള്ളാത്തത് എന്താണ് പി വി ഗോപകുമാർ ചോദിച്ചത്. തീർച്ചയായും അത് അന്വർത്ഥം തന്നെയാണ് ആ ചോദ്യം. ഒരു നിയമസഭാംഗം എന്ന രീതിയിൽ നാട്ടിലുണ്ടാകുന്ന ഇത്തരം പ്രശ്നങ്ങൾ, വിമർശനാത്മകമായ പ്രശ്നങ്ങൾ ഭരണസമിതിയുടെ മുന്നിൽ ഉയർത്തി കാണിക്കുകയും അവരുടെ ശ്രദ്ധയിൽ കൊണ്ടുവരികയും അതിൽ നടപടി ഉണ്ടാകേണ്ടതാണ് എന്ന് ഊന്നിപ്പറയും തന്നെയാണ് ഇവരുടെ എല്ലാവരുടെയും ഉത്തരവാദിത്തം. അത് അവിടെ കക്ഷി രാഷ്ട്രീയത്തിലുപരിയായി നാട്ടിൽ ഉണ്ടായിട്ടുള്ള ചില പ്രശ്നങ്ങൾ, ചില കൊള്ളകൾ, അത് നിയമപരമായ തീരുമാനം ഉണ്ടാകണം. പൊതു ഖജനാവ് കൊള്ളയടിക്കാൻ പാടില്ല, പൊതു സ്വത്ത് ആരെങ്കിലും അന്യാധീനപ്പെടുത്താൻ പാടില്ല, ഏതെങ്കിലും ആരാധനാലയങ്ങൾ കൊള്ളയടിക്കാൻ പാടില്ല എന്നൊക്കെ സതുദ്ദേശപരമായ തീരുമാനം തന്നെയാണ് അതിൻ്റെ പുറകിലുള്ളത്. അതിൻ്റെ രാഷ്ട്രീയം നമ്മൾ ഉപേക്ഷിച്ച പോലും വി ഡി സതീശൻ എന്ന മുഖ്യമന്ത്രി ഇതിന് മറുപടി പറയാൻ ബാധ്യസ്ഥൻ തന്നെയാണ് എന്നുള്ളതാണ് എൻ്റെ ഒരു അഭിപ്രായം. അല്ല, ഗോപകുമാർ പറഞ്ഞ കാര്യത്തോട് നമുക്ക് എല്ലാവർക്കും യോജിക്കാനേ പറ്റുള്ളൂ. കാരണം ഈ പറഞ്ഞ പോലെ വി ഡി സതീശൻ പറഞ്ഞതാണിത്. ഇലക്ഷന് മുമ്പേ അദ്ദേഹം മുമ്പോട്ട് വെച്ച പ്രചരണായുധങ്ങൾ ഒന്നായിരുന്നു ഈ സാധനം. തങ്ങളുടെ സർക്കാർ മുമ്പോട്ട് വന്നാൽ ജയിച്ചു കഴിഞ്ഞാൽ ആദ്യം അന്വേഷിക്കുന്ന കേസുകളിൽ
ഈ പറയപ്പെട്ട സ്വർണ്ണ കേസ് ഉണ്ടാവുന്ന അദ്ദേഹം ആദ്യം പറഞ്ഞായിരുന്നു. ഇപ്പോൾ ഇത്ര ആയി പോയിട്ടും ഇതേവരെ ആ വിഷയത്തിൽ ഒരു തീരുമാനം ഉണ്ടായിട്ടില്ല. അപ്പോൾ അത്തരത്തിൽ പുതുതായി ജയിച്ചു വന്ന ഒരു അംഗം കൂടിയാണ് അദ്ദേഹം. അപ്പോൾ BJPയുടെ ആശയങ്ങൾ അല്ലെങ്കിൽ അവർക്ക് പറയാനുള്ള കാര്യങ്ങൾ കൃത്യമായിട്ട് നിയമസഭയിൽ ഒരുപക്ഷെ എനിക്ക് തോന്നുന്നു രാജീവ് ചന്ദ്രശേഖറിനേക്കാളും ഇപ്പം എല്ലാവരും ചർച്ച ചെയ്യപ്പെടുന്നത് ഈ അദ്ദേഹത്തെ ആയിരിക്കും. കാരണം കാര്യങ്ങൾ വളരെ കൃത്യമായിട്ട് അവതരിപ്പിക്കാൻ കഴിയുന്ന ഒരു നേതാവ് കൂടിയാണ് അദ്ദേഹം. അപ്പം എന്തായാലും VD സതീശൻ ഈ പറഞ്ഞ പോലെ അന്നാ പറഞ്ഞിട്ടുണ്ടെങ്കിൽ എന്താ പറയുക, നിലപാടുകളുടെ രാജകുമാരൻ താൻ തന്നെയാണെന്ന് വീണ്ടും അടിവരയിട്ട് പറയുമ്പോൾ സ്വാഭാവികമായിട്ടും ഈ വിഷയത്തിൽ ബന്ധപ്പെട്ട് എന്തെങ്കിലും ഒരു തീരുമാനം പറയുകയോ അല്ലെങ്കിൽ ഈ വിഷയം എനിക്ക് ഈ നിലപാടിലൊരു തീരുമാനം ഉണ്ടാക്കേണ്ട ഭരണപരമായ ഒരു തീരുമാനം എടുക്കേണ്ട ഉത്തരവാദിത്വം അദ്ദേഹത്തിനുണ്ട്. മുഖ്യമന്ത്രിയാണല്ലോ. അതെ, തീർച്ചയായിട്ടും. പക്ഷെ ഇവിടെ ഫവാസ് പറഞ്ഞ പോലെ ഈ കേരളത്തിൽ 3 ഇടത്താണ് താമര വിരിഞ്ഞിരിക്കുന്നത്. O രാജഗോപാലിന് ശേഷം വർഷങ്ങൾക്ക് ശേഷം നിയമസഭയിൽ BJPയുടെ ശബ്ദം കേൾപ്പിച്ച ആളുകളാണ് അവർ. അപ്പോൾ ആ നിയമസഭാ അംഗങ്ങൾ എന്ന രീതിയിൽ അവർക്ക് അവരുടേതായിട്ടുള്ള ഉത്തരവാദിത്വമുണ്ട്. ഇപ്പോൾ ഭക്തിയുമായിട്ട് ബന്ധപ്പെട്ട ഒരു വിഷയം തന്നെയാണ് ശബരിമല. അപ്പോൾ BJPയെ സംബന്ധിച്ചിടത്തോളം അന്ന് ശബരിമല സ്വർണ്ണക്കൊള്ള നടക്കുന്ന സന്ദർഭത്തിൽ BJPയുടെ നിലപാട് എന്തായിരുന്നു? അന്ന് നാമജപ ഘോഷയാത്രയൊക്കെ നടത്തിയ BJP പിന്നീട് കേന്ദ്രം ഭരിക്കുന്ന BJPയിൽ ഏതെങ്കിലും തരത്തിൽ സ്വാധീനം ചെലുത്തി ശബരിമല സ്വർണ്ണക്കൊള്ള കണ്ടെത്തുന്നതിന് വേണ്ടി എന്ത് നിലപാടാണ് കേരളത്തിലെ BJP നേതാക്കൾ എടുത്തത് എന്നുള്ളതൊക്കെ ചോദ്യം തന്നെയാണ്. അപ്പോൾ ഇവിടെ എന്തായാലും നിയമസഭയിൽ VD സതീശൻ എന്ന മുഖ്യമന്ത്രിയുടെ നിലപാടുകളെ ചോദ്യം ചെയ്യാൻ വേണ്ടിയെങ്കിലും ഇത്തരം കാര്യങ്ങൾ ഉയർത്തുമ്പോൾ അതിൽ രാഷ്ട്രീയം മറന്നുകൊണ്ട് അവർ മുന്നോട്ട് വെച്ച ആ ആശയത്തെ നമുക്ക് പിന്തുണയ്ക്കാതിരിക്കാൻ സാധിക്കില്ല. ബഹുമാന്യായ മുഖ്യമന്ത്രി VD സതീശൻ അത് മനസ്സിലാക്കുകയും അദ്ദേഹത്തിൻ്റെ നിലപാടുകൾ ഉറച്ചു നിന്നുകൊണ്ട് തന്നെ ഇക്കാര്യത്തിലെല്ലാം ഈ ബഹുമാന്യായ PB ഗോകുമാർ ഉന്നയിച്ച വിഷയങ്ങളിൽ അദ്ദേഹം തീർച്ചയായും നിയമപരമായ നടപടികൾ കൈക്കൊള്ളും എന്ന് നമുക്ക് പ്രതീക്ഷിക്കാം. അതിനുവേണ്ടി നമുക്ക് കാത്തിരിക്കാം. അങ്ങനെയല്ല എന്നുണ്ടെങ്കിൽ ക്രിയാത്മകമായ പ്രതിപക്ഷം എന്ന രീതിയിൽ നമുക്കും കൃത്യമായ രീതിയിൽ തന്നെ കാര്യങ്ങൾ അവരുടെ ശ്രദ്ധയിൽ കൊണ്ടുവരുന്നതിലേക്ക് നമുക്കും ഇത്തരത്തിലുള്ള വാർത്തകൾ ചെയ്തുകൊണ്ടിരിക്കാം എന്ന് തന്നെയാണ് എനിക്കും തോന്നുന്നത്.